ലീല ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നില്ലായിരുന്നു. വീഡിയോസൊക്കെ ഇടാത്ത എന്നാന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞേ, എന്നാ കുഞ്ഞി വീഡിയോസ് ഇടാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞേ. വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം മെയ് 24-ാം തീയതി എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയി. അപ്പം നമ്മൾ അന്ന് മുതൽ വീട്ടിലായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം അതിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇന്ന് തൊട്ടിനി വീഡിയോ ഇടായിരിക്കും അല്ലേ? ഇന്നോട്ട് നമുക്ക് എല്ലാവരും ഒക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് പിന്നെ എല്ലാവരെയും കൂടെ ഇന്നൊരു ഔട്ടിങ്ങിന് കൊണ്ടുപോയേക്കാന്ന് കൊണ്ട് ചാടിയതാണ് കേട്ടോ. ഒത്തിരി ദിവസമായി ഇങ്ങനെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഞായറാഴ്ച അല്ലേ, ഔട്ടിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് നല്ല സിനിമ കാണാനോ. ഈ കയറ്റം കയറി ഏറ്റവും മേളിലോട്ട് ചെല്ലും. ഏതോ കാട്ടിലോട്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നല്ല രസം അവിടെ ചെന്നാൽ കാണാൻ. അതായത് മാൻകുത്തിമേടെന്ന് പറയും. മാൻകുത്തിമേട്. അവിടെ മാനും ആനയൊക്കെ ഉള്ള സ്ഥലങ്ങളാ. പോകുന്ന വഴിയൊക്കെ ഭയങ്കര കയറ്റമാ. നമ്മള് തൂക്കുപാലത്ത് നിന്ന് നെടുങ്കണ്ടം പോകുന്ന വഴി വന്ന് കോമ്പയാറെന്ന് പറയും. മുണ്ടിയരുമേന്ന് കോമ്പയാർ വന്നല്ലേ? മുണ്ടിയരുമേന്ന് കോമ്പയാർ വന്നു. കോമ്പയാർ കഴിഞ്ഞ് നമ്മള് മേളിലോട്ട് കയറ്റം കയറി വേണം പോവാൻ. എങ്ങോട്ട് നോക്കിയാലും വലിയ വലിയ മലകൾ കാണുന്നുണ്ട്. മലകൾ അങ്ങ് മേളിൽ ചെല്ലുമ്പോ മലയുടെ മണ്ടേല മേളിൽ ചെല്ലുമ്പം നല്ല മനോഹരമായ വണ്ടിയല്ലും. ഭയങ്കര മഴയായിരുന്നു രാവിലെ. എല്ലാവരും ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. അതിമനോഹരമായ വ്യൂകളാ മേളിലോട്ട് ചെല്ലുമ്പോ. പോയി നോക്കാം. പോകുന്ന വഴിയെല്ലാം രണ്ട് സൈഡും നല്ല ഏലക്കാനും. അതെ, ഏലക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ മേളിൽ ചെല്ലുമ്പോ നല്ല മേടാ. എല്ലാം നല്ല ആദായമുള്ള പറമ്പുകളാന്ന് തോന്നുന്നു കണ്ടിട്ട്. രണ്ട് സൈഡ് തേവാരംമെട്ട്, മാൻകുത്തിമേട് എല്ലാം അടുത്തടുത്താ. ഈ കഴിഞ്ഞ ഇടയ്ക്കേ കമ്പത്തുനിന്ന് MLA-യും പിന്നെ നമ്മുടെ ഉടുമ്പൻചോല MLA സേനാപതി വേണു ഒക്കെ കൂടി ഇവിടുന്ന് തേവാരംമെട്ടിന്ന് തമിഴ്നാട്ടിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള റോഡൊക്കെ ഉണ്ട്. പണ്ട് ആൾക്കാരെ കയ്യിൽ പൊക്കോണ്ടിരുന്ന. അപ്പോൾ അത് വീണ്ടും ഓപ്പൺ ആക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവരുടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കും അതാണ് എളുപ്പം. നമുക്ക് അവിടുന്ന് പോകുമ്പം മെട്ടിന്ന് കമ്പത്തിന് ഇതുവഴി ഉള്ള കുറെ ആളുകളുണ്ട്. ഈ ഉടുമ്പൻചോലയെന്നൊക്കെ വരുന്നവരെ. അപ്പൊ അവർക്കൊക്കെ വരണമെങ്കിൽ ഒന്നെങ്കിൽ ഉടുമ്പൻചോലയെന്ന് ബോഡിമെട്ട് വഴി പോകണ്ടേ, അല്ലെങ്കിൽ ഇതുവഴി വരണം. അപ്പം അതുകൊണ്ട് ഈ റൂട്ട് ഉടനെ ആക്കണമെന്നൊക്കെ പറഞ്ഞ് തേവാരംമെട്ട് വഴിയുള്ള വഴിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുക. വഴിയിൽ നോക്കിയ ലോഡ് മേളോട്ട് ചെല്ലുമ്പോ നല്ല രസമാണ്. തടി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. തടിയെല്ലാം ആൾക്കാർ കയറ്റിക്കൊണ്ട് പോവാ. ഇവിടെ നിന്നെല്ലാം പെരുമ്പാവൂരും ഇവിടെയൊക്കെ പോകാനുള്ള. ഇവിടെ നേരെ പോകണം. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പോയി നോക്കാം വെള്ളച്ചാട്ടമാണോ. ഏതോ സ്കൂളിന്റെ വണ്ടി കിടപ്പുണ്ടല്ലോ, വിജയമാത. ഇത് നമ്മള് പോകുന്ന വഴിക്ക് ഉള്ള ഒരു പള്ളിയൊക്കെ കേട്ടോ. പള്ളിയും അതിന്റെ കോമ്പൗണ്ടും ഒരു വെള്ളച്ചാട്ടം ഒക്കെ. ഈ വർഷം ആദ്യത്തെ വെള്ളച്ചാട്ടം കാണുക കേട്ടോ. അല്ലേ നമ്മളെ വെള്ളച്ചാട്ടം എതിലേ പോയാലും മഴയാകുമ്പോ പിന്നെ വെള്ളച്ചാട്ടം അല്ലേ? അതെ 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 അതെ, കാണാൻ മഴ അതുപോലെ മഴ പെയ്ത. ഇതേതാണ് ഇത് സ്ഥലം? പാലാറല്ലേ? പാലാറ് പള്ളി. ഇതാണ് കേട്ടോ പാലാറ് പള്ളി. കോമ്പയാറ് കഴിഞ്ഞുള്ള സ്ഥലമാണ്. ഇതുണ്ടോ ഈ വഴിയുണ്ടല്ലോ, നല്ല ഇറക്കമാണ്. ഈ തേവാരംമെട്ടയിൽ ഇറങ്ങി വരുന്ന ഇറക്കമാണ് ഇത് മേളിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ ചുറ്റിനും നല്ല മനോഹര കാഴ്ചകളാണ്. നമുക്കിപ്പം ഇറങ്ങി പോകാൻ പറ്റുമോ തമിഴ്നാടിന്? ഈ തേവാരംമെട്ട് വഴി ഇറങ്ങി പോകാൻ പറ്റിയല്ല, റോഡില്ല. ബോഡിമെട്ട് വഴിയേ ഉള്ളൂ പോകാൻ പറ്റുന്നത്. നടന്നു പോകാനുള്ള വഴി കാണും. നമ്മള് രാമക്കൽമേട്ടിന് അവര് നടന്നു കയറി വരുന്ന പോലെ അല്ലേ? ഇത് ഇങ്ങനെ ഏറ്റവും വളഞ്ഞ് മേളിൽ കയറി ചെല്ലുവാ. ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ബസ്സൊക്കെ ഇറങ്ങി ഇപ്പൊ ഒരു ട്രാവലർ പോകുന്നുണ്ട്. വണ്ടി വരുന്നുണ്ട് ഇപ്പൊ. അതുകൊണ്ട് അവിടുന്ന് വേറൊരു ബസ് ഇറങ്ങി വരുന്നുണ്ട്. നേരെ പാറയല്ലേ? ഇവിടെ മുഴുവൻ ഭയങ്കര മേടാ, മഞ്ഞും തണുപ്പും കാറ്റും. തമിഴ്നാട് വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഇവര് ബോഡിമെട്ട് വഴി കയറി വന്നിട്ട് ഉടുമ്പൻചോല വന്ന് ഇതിലെ ഇറങ്ങി വരുന്നതാണ്. ഇവിടുന്ന് നേരം നമ്മൾ ഈ മെട്ടി ചെന്നിട്ട് ബോഡിമെട്ടിന് കൂടെ ഒത്തിരി പോണോ? ഇവിടുന്നോ? ഉടുമ്പൻചോല എന്ന പൂപ്പാറ എന്ന ബോഡിമെട്ടി ആടി ബോഡി വഴി വേണമെങ്കിൽ വരാം. നല്ല റോഡല്ലേ? പിന്നെ രസമെന്നറിയാം. മേളിൽ ചെന്ന് കഴിഞ്ഞാല്
നമ്മൾ ഇത്രയും പൊക്കത്ത് വന്നു, പക്ഷെ ഇങ്ങനെ തോന്നിയില്ലല്ലേ അത്രയും വലിയ കയറ്റം പോലെ. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ബൈക്കേഴ്സ് ഒക്കെ വന്നത് പണ്ട്. എല്ലാം തമിഴ്നാട്ടിലൊക്കെ കേട്ടോ. ഞാൻ ഈ ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലവും അതിലേ പോയിട്ട് വന്നപ്പം അവിടെ കണ്ടില്ല. ഇന്നാൾ ഒരു പ്രാവശ്യം നമ്മൾ പണ്ട് ഇതിലേ വന്നതാ. ഈ ഇത്ര ഒരു ഭാഗം ഞാൻ എവിടെയോ. ഇതാണ് കേട്ടോ തേവാരംമെട്ടിന്റെ വ്യൂ ആണ്. എങ്ങനെയുണ്ട്? എന്നാ രസമല്ലേ. താഴേന്ന് കയറി വന്ന വഴിയാ കാണുന്നത്. നല്ല കണ്ടോ മഞ്ഞ് ഇങ്ങനെ കണ്ടോ, മഞ്ഞല്ല അത് ചാറ്റ മഴയാ. ആ ശരി, അതുകൊണ്ട് നീങ്ങി പോന്നുണ്ട്. അതുകൊണ്ടാ നീങ്ങി ഓടി പോന്നുണ്ടോ. ഇതിന്റെ താഴെവശം ആ ഇടത്തെ സൈഡ് കാണുന്നത് തമിഴ്നാടിന്റെ വനപ്രദേശവും, പിന്നെ അതിലെയാണ് താഴോട്ട് പണ്ടൊക്കെ ആൾക്കാർ പൊക്കോണ്ടിരുന്നത് തേവാരംമെട്ടെന്ന് പറഞ്ഞില്ലേ. കാറ്റത്ത് നല്ല കാറ്റാ, കാറ്റ് കൊടയൊന്നും നിക്കിയല്ല. ഒരു പനി ജലദോഷമൊക്കെ ഇപ്പൊ വീണ്ടും സെറ്റായി. ഒരു പനി കഴിഞ്ഞതേ ഉള്ളേ. അടുത്ത ഞാൻ ഇന്നലെ ഇതിലെ വന്നായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ ഇതിലെ കൊണ്ടുവരാന്ന് വെച്ചേ. ഞാൻ ഇന്നലെ ഈ മേളിൽ ഇവിടെ ഒരു ഏലത്തോട്ടം നോക്കാനായിട്ട് പോയതാ. ഇതിലെ നല്ല രസമാണ് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ. കണ്ടോ ഇവരെ പോലെ വന്നാൽ മതിയായിരുന്നു ബൈക്കിന് നനഞ്ഞു. ആ പാറയെല്ലാവേ മഴയായി കഴിഞ്ഞപ്പോഴത്തേക്കും കാണാം മൊത്തം പുല്ല് വളർന്നു കയറിയേ. ആ പച്ചക്കളർ കാണാൻ നല്ല രസം. ഇനി അത് കുറെ കഴിയുമ്പോഴത്തേക്കും പുല്ലെല്ലാം കണ്ടമാനം വളരും. വളർന്നു കഴിയുമ്പോഴത്തേക്കും കാറ്റടിക്കുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ ഇതുപോലെ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേ നല്ല രസമായിരിക്കും. എത്ര പച്ചക്കളറാന്ന് നോക്കിയല്ലേ. അതെ, മഴയത്ത് നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ യാത്ര ചെയ്യാൻ. മഴയത്ത് ഇടുക്കി നല്ല രസമാണ്. ഓരോ സമയത്ത് ഓരോ സൗന്ദര്യമാണ്. ബസ് ലോറി വരുന്നുണ്ട്. തേവാരംമെട്ട് ഇറങ്ങി ഒരു ലോറി വരുന്നുണ്ട്. വെളിയിൽ നല്ല കാറ്റാ കേട്ടോ. നമ്മള് കാറ്റായോണ്ടേ മേലോട്ട് പോയിട്ടേ ഈ തേവാരംമെട്ട് കഴിഞ്ഞിട്ട് അടുത്തൊരു കുന്നുണ്ട്. ഏതാണെന്നറിയാവോ? മാൻകുത്തിമേടെന്ന് പറയും. മാൻകുത്തിമേട്. ഇവിടെ എല്ലാം ഇത് റിസോർട്ടുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട് ഇപ്പം. ഈ വഴിയൊക്കെ ആൾക്കാർ കയറി വരുന്നുണ്ട്. വേറെ ശല്യങ്ങളൊന്നുമില്ല, നല്ല ഏരിയ അല്ലേ. വീടുകളുണ്ട്, എസ്റ്റേറ്റുകളുണ്ട് ഒത്തിരി. ഈ അകത്തോട്ട് കയറിയേ മൊത്തം ഏലം തോട്ടങ്ങളാണ് കൂടുതലുള്ളത്. മണ്ടേ ചെല്ലുമ്പോ ഒരു ചായക്കട ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ബോർഡ്. ഒരു കുട്ടപ്പായുടെ ചായക്കട ഉണ്ട്, അത് കഴിഞ്ഞു. അതാ കഴിഞ്ഞല്ലേ. ഇനി അടുത്തൊരു ഈ മേളിൽ കയറി ചെല്ലുന്നിടത്ത് അവിടെ ഒരു ചായക്കട ഉണ്ട്. അങ്ങനെ അവിടെ ചായ ഉണ്ട്, ഒരു ചായ കുടിക്കാം. നല്ല തണുപ്പല്ലേ. നല്ല തണുപ്പായി. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഒരു ചായ കുടിച്ചായിരുന്നു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടുന്ന് തന്നെ ചായ കുടിക്കാം. ഇവിടെയൊക്കെ ഇതൊക്കെ റിസോർട്ടായിട്ടൊക്കെ കൊടുത്തോണ്ടെന്നാണോ അതോ? ഓ, അവരുടെ തന്നെ ഏലക്കാടാ അല്ലേ. ഇത് കണ്ടോ ഇതാണ് മാൻകുത്തിമേട്ടിലോട്ട് പോകുന്ന വഴി കേട്ടോ. വനാനി അതോ അതിനി നേരെ അതിലെ ഉടുമ്പൻചോല പോകും. കാറ്റുമാണ്, ഇഷ്ടം പോലെ തോട്ടപ്പുഴും കാണും. പേടിപ്പിക്കാതെ. തോട്ടപ്പുഴുവിന് അത് കണ്ടോ കാട്ടുപോത്ത് വരുന്നു. കാട്ടുപോത്തല്ല അത്. പാവം മഴ നനഞ്ഞ് അമ്മച്ചിയല്ലേ. അമ്മച്ചിയാണോ അപ്പച്ചനാണോ അറിയത്തില്ല. പ്ലാസ്റ്റിക് ഇട്ട ആരാന്നൊരു ഇത് റിസോർട്ടിലോട്ടുള്ള വഴിയല്ലേ. ഇത് മേട്ടിലോട്ട് പോകുന്ന വഴിയാണല്ലോ. അതെ ആണോ? അതെ. ഈ താഴെ ഒരു റിസോർട്ട് ഉണ്ട് കണ്ടോ, ഹട്ട് റിസോർട്ട് ഉണ്ടോ. കാരവാൻ
പാർക്കാന്ന് തോന്നുന്നു, വനാനി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എല്ലാം അമ്മച്ചിമാര് പശുക്കളുണ്ടാവും. അപ്പച്ചന്മാര് ഇത് കൊള്ളാല, വേലിയെ കൂടെ കിടക്കുന്ന ചെടി കാണാൻ നല്ല രസം. ഇതുണ്ടോ, നമുക്ക് താഴെ അപ്പുറം ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ലപോലെ കാണാം. വേലി കണ്ടോ? വേലി മറ്റേ കമ്പും കൊണ്ടുണ്ടാക്കിയേക്കുന്ന വേലി, കാറ്റാടി കമ്പ്. അങ്ങോട്ട് വണ്ടി പോകുന്നതല്ലേ നോക്കുന്ന കണ്ടിട്ട്. വണ്ടിയൊക്കെ പോവായിരിക്കും, നോക്കാം, പോയി നോക്കിയാലേ അറിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ റിവേഴ്സ് പോരും, അത്രേ ഉള്ളൂ. വഴിയുണ്ട് ഏതായാലും. മലയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ താഴോട്ടാണ്. KSRTC ഒക്കെ KSRTC ആണോ അത്? ചിലപ്പോ റിസോർട്ടിന്റെ ഉല്ലാസയാത്ര. ഈ റോഡാ കേട്ടോ ഇങ്ങനെ മാൻകുത്തിമേട്ടിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ സൈഡ് അവിടെ കണ്ടോ, നമ്മുടെ വെയില് അവിടെ മാത്രം കണ്ടോ, വെട്ടം കണ്ടോ? അവിടെ വരെ പോണോ? അതിങ്ങനെ കറങ്ങി വരുന്നത്. പക്ഷെ ഇവിടെ അടുത്ത് വേറെ സാധനമുണ്ട്, ഇത് കണ്ടോ, വനാനി എന്നും പറഞ്ഞിട്ടൊരു റിസോർട്ട്. വനാനി കാരവാനും KSRTC ഉണ്ടോ? അതെല്ലാം KSRTC അവരുടെയാണോ? KSRTC അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന. പിന്നെ അത് കണ്ടല്ലേ, ഹട്ടുകളുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ആണല്ലേ. നല്ല രസമുണ്ടല്ലേ, അവിടെ പൂളൊക്കെ ഉണ്ട് കേട്ടോ, സ്വിമ്മിംഗ് പൂള്. അതുകൊണ്ടോ ബോക്സ് ഇതുപോലെ വെച്ചേക്കുന്നതാണ്. അതും ആൾക്കാർക്ക് താമസിക്കാനായിട്ടുള്ള നല്ല ആൾക്കാർ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത്. അതെ അതെ, കയറി കാണാം. പക്ഷെ വഴി നിന്ന് കാണുന്ന ഒരു ദിവസം വേണം താമസിക്കാം. ഒരു ദിവസം ഇന്ന് താമസിക്കുന്നു. അതെ, ഇന്ന് വേണം ഇവിടെ താമസിക്കാം. നിങ്ങളെ എവിടെ ഇരുത്തിയിട്ട് ഒറ്റ പിടിയില്ലല്ലേ? എങ്ങനെയുണ്ട് കുഞ്ഞി, ഇഷ്ടപ്പെട്ടോ? സ്ഥലം എങ്ങനെയുണ്ട്? പൂള് കണ്ടപ്പോ ഒന്ന് ചാടണമെന്നുണ്ടല്ലേ. വേറെ കാര്യമുണ്ടോ, ഈ പള്ളക്കകത്തോടൊന്നും കയറി പോയേക്കില്ല. ഇതിനകത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ തോട്ടപ്പുഴൊക്കെ കലക്കും. ഉപ്പ് എടുത്തോണം, ഉപ്പാണെങ്കിൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. ഞാൻ ഒരു കുപ്പി ഉപ്പൊക്കെ ആയിട്ടാ പോകുന്നത്. ഒരു കുപ്പി ഉപ്പോ? എങ്ങനെയുണ്ട് മാൻകുത്തിമേട്, എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ, പക്ഷെ ഇച്ചിരിയോടെ തെളിവുള്ള സമയത്ത് വരണം. ഇത് മഴയുള്ള സമയത്ത് ഇത് കാണാൻ നല്ല രസം. അല്ല, വെയിലുള്ളപ്പം വരുവാണ്. അത് കണ്ടോ, അതേ കാണുന്നത് തമിഴ്നാട്. അത് ഫുള്ള് തമിഴ്നാടാ കാണുന്നത്, കാണുന്നേ. പക്ഷെ വേറൊരു സംഭവം ഞാൻ കണ്ടു, അങ്ങോട്ട് അവിടെ ഇച്ചിരിയോടെ അടുത്ത് ചെന്നിട്ട് നോക്കണം. ആ പാറകളോ നല്ല പോളിഷ് ചെയ്ത് വെച്ച പോലെ ഒരു ഭിത്തി പോലെ പാറയല്ലേ അത്. കണ്ടോ ഇനി ആ മേളിലോട് കണ്ടോ, ആ മഞ്ഞ് കണ്ടോ, മഞ്ഞിറങ്ങി വരുന്ന കണ്ടോ, മഴ കഴിഞ്ഞല്ലേ. സാഹസികമായിട്ട് ട്രെഞ്ചൊക്കെ ചാടി കിടന്നിങ്ങ് പോന്നേ. മഴ കൂടാൻ തുടങ്ങി. നമ്മള് വന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ആളായി കേട്ടോ. അടുത്തൊരു ഫാമിലി വേറെ വന്നിട്ടുണ്ട്. കൊട എടുക്കാതെ ഇറങ്ങി പോന്നു, തൂടാൻ തുടങ്ങി. കൊട എടുത്തില്ലല്ലേ? ഓ, കൊട വേണ്ട, നനയാം. കാറ്റുള്ളതുകൊണ്ട് പെട്ടെന്ന് പെയ്യുന്നു. അതെ, കൊട എടുത്ത ആ കാറ്റ്, ആ കൊടയും പറത്തി നമ്മൾ തമിഴ്നാട്ടിൽ പോയി നിൽക്കും. അതുപോലത്തെ കാറ്റടിക്കുന്നത്. അതിലും ഭേദം കൊട ഇല്ലാതിരിക്കുന്ന. വെയിലുള്ളപ്പോ ഒരു ദിവസം വരണം അല്ലേ? വെയിലുള്ളപ്പം വന്നാൽ നല്ല സൂപ്പർ ആയിരിക്കും. വെയിലുള്ളപ്പോ സമയം കിട്ടുമല്ലോ. അതെ, ഇത് കണ്ടോ നെല്ലിമരം നിൽക്കുന്ന, നെല്ലി കായുണ്ടോ അതില്? ഇത് നെല്ലിയാ, കാട്ടുനെല്ലിയാ കേട്ടോ. ഇങ്ങനെയുള്ള മേടുകളിൽ നെല്ലിയും പേര ഇഷ്ടം പോലെ കാണും. അതെ അതെ, എന്നാണ് നല്ല രസം കേട്ടോ. ചെറിയ ചാറ്റ മഴയും മഞ്ഞും. ഒരു ബ്രൂ കോഫി കുടിച്ചിട്ട് പോകുന്നോണ്ടൊരു സുഖമുണ്ടല്ലേ. ഒരു ചാറ്റമഴ കഴിയുമ്പോ ഇത് ഫുള്ള് മഞ്ഞ് കയറി മൂടുവായിരിക്കുവേ. എന്നാ സുന്ദരമായ പ്രദേശമല്ലേ. നമ്മൾ ഈ നിക്കുന്നിടം നിരപ്പും ചുറ്റും കണ്ടോ മാലെ. അതെ, ഈ ഒരു പ്രദേശം ഇങ്ങനെ നിരന്നൊരു പ്രദേശമാണ്. ബാക്കിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് മലനിരകളാ അല്ലേ. ഇപ്പൊ വന്നപ്പോഴത്തേനും തേണ്ട മഴ, കാറ്റായതുകൊണ്ടേ. എടാ കുഞ്ഞ്, തമിഴ്നാട്ടിൽ തേണ്ട വെയില്. അവിടെ വെയിലാ, നോക്കിക്കേ. വെയില് മഴയത്ത് നിന്ന് കാണാം. അതെ, എന്നാ വെയിലെന്ന് നോക്കിയാടെ. ഇത് കണ്ടോ, നല്ല എന്തായാലും കാറ്റാടി. ഇത് എണ്ണാലും തീരുമല്ലേ. തമിഴ്നാട്ടിലേ ഇത്രയും കാറ്റാടി ഉണ്ടെന്ന് ഇങ്ങനെ ഇത്രയും നോക്കുമ്പോഴല്ലേ അറിയുന്നല്ലേ. അതെ അതെ അതെ, ഒരാവേശത്തിന് ചാടി ഓടി ചാടി പോരുകയും ചെയ്തു. അല്ല, കൊട എടുത്താലും ഇല്ലേലും
നനയാണല്ലോ നനയും. കുടയാണെ കുട കൂട്ടി അങ്ങ് പോകത്തുള്ളൂ. ഇവിടെ വണ്ടിക്കകത്ത്. എങ്ങനെയുണ്ട്? നല്ല നടപ്പ് വഴിയൊക്കെ അല്ലേ? അതെ. അച്ഛമ്മച്ചിയുടെ വണ്ടിക്കകത്ത് ഇരുന്നോളാൻ പറഞ്ഞിട്ട് അച്ഛമ്മച്ചിയും പോന്നു. അതെ, ആ കാണുന്ന കേട്ടോ ചതുരംഗപ്പാറ ആ കാണുന്നത് കണ്ടോ? ആ കാറ്റാടി നിൽക്കുന്നുണ്ടോ കുഞ്ഞി? കണ്ടോ ആ മഞ്ഞ് കയറി നിൽക്കുന്നേ? അതാണ് ചതുരംഗപ്പാറമെട്ട്. ഈ ചതുരംഗപ്പാറയിലെ കാറ്റാടി മറ്റേ ഇത് ടവർ പോലത്തെ ടവർ പോലെ നല്ല രസമുണ്ടല്ലേ? അയ്യോ പറത്തു നമ്മുടെ ഡ്രോൺ ഇപ്പൊ ജസ്റ്റ് മിസ് ആയിരുന്നു. അതെ അല്ലേ? ലക്കിന് തിരിച്ചു എന്നെ പിടിച്ചോണ്ട് പോ, എന്നെ രക്ഷിക്കോ. ഇത് താഴെ നോക്കിയേ, അടിപൊളി വെയില്. അതിഭയങ്കരമായ കാറ്റാട്ടോ. പറത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ വെക്കുവോ? അതുകൊണ്ടോ? അതെ, ആ മേടിന്റെ മേൽവശം കണ്ടോ? ഈ മേടിനൊക്കെ ഈ പേരിട്ടവരെയൊക്കെ സമ്മതിക്കണം അല്ലേ? ഈ മേടിന്റെ പേരാണ് മാൻകുത്തി മേട്. ഇവിടെയൊക്കെ ആൾക്കാര് അതിൽ നടന്നു പോകുന്ന അങ്ങോട്ട്. കുട എടുത്തോണ്ട് വന്നാൽ നല്ല കാറ്റ്. അതുകൊണ്ട് കുടയോടുകൂടി അങ്ങ് പോയേനെ. ഇവിടെ ക്യാമ്പ് ഫയർ പിന്നെ കറക്റ്റ് മഴയും പെയ്തു കേട്ടോ. ക്യാമ്പ് ഫയർ ഒക്കെ വെക്കുന്നതാണോ? ക്യാമ്പ് ഫയറോ? ഇവിടെ ആൾക്കാർ ഇതുണ്ട്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ശാലം നനയാതെ നിൽക്കാം, ഇല്ലിയുടെ മറവിൽ നിന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് മഴ മാറുന്ന സമയത്തിന് ഓടി രക്ഷപ്പെടാം. നല്ല തണുപ്പാ. ഡേഞ്ചറസ് സ്പോട്ടാണല്ലേ? താഴോട്ട് നോക്കിയോടാ, എന്നെ വലിയ കൊക്കയാ. ഈ സൈഡിലോട്ട് നോക്കി. എന്നാണ് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം അല്ലേ? മരത്തിന്റെ ഒക്കെ എന്തേരം മുകളിലാണ് നമ്മള് നോക്കി. അതെ അതെ അതെ, കാറ്റ് അതിഭയങ്കര കേട്ടോ. നല്ല കാറ്റാ. അക്കരെ നല്ല വെയില്. ഇപ്പൊ നോക്കിയാ തേയിലത്തോട്ടം വന്നു പോകും കേട്ടോ. പിടിച്ചു നിന്നില്ലെങ്കിൽ പറന്നു പോകും. അതെ, പിടിച്ചു നിന്നില്ല പറന്നു പോയേക്കും. അങ്ങനെ നമ്മള് കുഞ്ഞിയുടെ ആഗ്രഹപ്രകാരം വന്ന വഴിക്ക് കയറി ഒരു മന്തിയൊക്കെ കഴിച്ച് തിരിച്ച് രാമക്കൽമേട് വഴി നമ്മൾ വീട്ടിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ രാമക്കൽമേട് ആകാറായി. ഇവിടെയും രാമക്കൽമേടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഒത്തിരി പേര് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ മഴ സമയത്തും രാമക്കൽമേട്ടിലോട്ട് ഒത്തിരി ആൾക്കാർ വരും അല്ലേ? വരും. ഇപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ആളിഷ്ടം പോലെ ഉണ്ട്. മേളിലൊക്കെ ഒത്തിരി പേര് നിൽപ്പുണ്ട് അവിടെ. ഈ മൺസൂൺ ടൂറിസം എന്നും പറഞ്ഞോണ്ടേ ഉണ്ടല്ലോ. മൺസൂൺ ടൂറിസമാണ് ഇനി മഴ കഴിയുന്നിടം വരെ. ഇതെല്ലാം ഓഫ് റോഡ് പോകുന്ന വണ്ടികളാണ്, ജീപ്പുകളാണ് കിടക്കുന്നത്. മണ്ടയ്ക്കുണ്ട് ആളുണ്ട് കേട്ടോ, മഴയാണെങ്കിലും ആളുണ്ട്. ആളിഷ്ടം പോലെ ഉണ്ട്. ഈ ഓഫ് റോഡ് വണ്ടികൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ആമപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് കയറിപ്പോകാനായിട്ടായിരുന്നു കൂടുതൽ ഈ ഓഫ് റോഡ് വണ്ടികൾ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഇവർക്കൊക്കെ ഓട്ടം കുറവാണ്. മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങോട്ട് വണ്ടി കയറിപ്പോകാനൊക്കെ പാടാം. പക്ഷെ ആ റോഡ് കോൺക്രീറ്റ് ചെയ്തില്ലായിരുന്നു കുറച്ചങ്ങാണ്ട്? കുറച്ചടാ, മേളിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ പോലെ തന്നെ മണ്ണോടാ കിടക്കുന്നത്. കണ്ടോ, എല്ലാരും ഈ പ്ലാസ്റ്റിക് ഒക്കെ കയ്യിലുണ്ട് കേട്ടോ, കോട്ടൊക്കെ വെച്ചോണ്ടാ പോകുന്നത്. മേളിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ ഈ കാറ്റും കൂടെ ആകുമ്പോഴത്തേനും മൊത്തം തന്നെ. അതെ അതെ അതെ, കുടയൊന്നും നൂർക്കാൻ പറ്റത്തില്ലല്ലോ. മഴയായോണ്ട് നമുക്ക് ഇറങ്ങണ്ട, നമുക്ക് പോയേക്കാല്ലേ. നമ്മള് രാമക്കൽമേടിന്റെ താഴ്വശത്തോടുള്ള റോഡേ കൂടെ നേരെ വീട്ടിലോട്ട് പോവാ. അതെല്ലാം കാണുന്നുണ്ടോ? അതാണ് ആമപ്പാറ. ഈ ആമപ്പാറയിലോട്ട് ഉണ്ടോ മഞ്ഞ് താഴെ ഇങ്ങനെ കയറി വരുന്നുണ്ടോ? അവിടെയാണ് ഈ ഓഫ് റോഡുകാരൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ കുറെ ഹട്ടുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, അവിടെ എല്ലാം റിസോർട്ടുകളൊക്കെ ആയി. പിന്നെ ഇപ്പൊ ആ വഴി താഴെ കയറിപ്പോന്ന വഴിയൊക്കെ നല്ല പോലെ ആയി. പക്ഷെ മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും പഴയ പോലെ തന്നെ മണ്ടോടൊക്കെ കുറെ ഉണ്ട്. അതിപ്പോ ആമപ്പാറയുടെ ഇങ്ങ സൈഡാണ്. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ വന്ന് കയറി. അന്നേരം പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ ഒരൊറ്റ മൂട് കപ്പയും പറിച്ചു തന്നേക്കാന്നു. എന്നാൽ പിന്നെ ഒരു മൂട് കപ്പയും കൂടെ പറിച്ചുകൊണ്ട് പോവാണ്. കുറച്ച് ഉണക്കമീനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടെ കൂട്ടി. കൊള്ളാം. ഇത് കൊള്ളാലോ അണ്ണാ. അങ്ങനെ ഒരു മൂട് കപ്പ കിട്ടിയിട്ടുണ്ട്. ഇതുമായിട്ട് വീട്ടിലോട്ട് പോയല്ലോ. ഇതോ കുഴപ്പമില്ല, ഇത്ര ഇല്ലേ? ചെറിയ മൂടാണ്. ചെറിയ മൂടാ. അത്രേ ഉള്ളൂ.
ഉള്ളത് കിട്ടിയതാ, അത് കിട്ടിയതാ കൊണ്ട് അങ്ങ് പോയേക്കാം. ആ, ആ, ഒരെണ്ണം ഒരെണ്ണം എലി ഒരെണ്ണം നീറി, ഒരെണ്ണം നീറി. എലി കടിച്ചാണോ? നീറിയതാ. ആ. അത് കൊള്ളാലോ. അതെ അല്ലേ? ആ. അപ്പൊ ഏതായാലും ഞങ്ങൾ പറിച്ച് 3 മൂട് പറിച്ചു. നമുക്ക് കുറച്ച് വറക്കാനും ഉണ്ടല്ലേ? അതെ. അപ്പൊ പിന്നെ നല്ല കപ്പ നോക്കി കൊണ്ടുപോയി വറുത്ത് റെഡിയാക്കി എടുക്കാം. വേറെ സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, പുതിയ ഐറ്റം കത്രിക്ക. ഇത് സാറാമ്മയ്ക്ക് കുറെ വെറൈറ്റി കത്രിക്ക പച്ചക്കറികളൊക്കെ ഉണ്ടല്ലേ? പയറുകളും ഉണ്ട് കുറെ വേറെ സൈസ്. നമ്മള് സാറാമ്മയുടെ കത്രിക്കന്നേ കുറച്ച് കത്രിക്ക പറിച്ചു സാമ്പാറിനകത്തിടെ. പോയേക്കാം. സാറാമ്മയുടെ കപ്പ നല്ല കപ്പ പറിച്ചോണ്ട് വരുമ്പോഴേ ഇന്നാരും വിളിക്കാൻ തോന്നും. നല്ല കപ്പയും അതുകൊണ്ട് ഞാനവിടെ കാന്താരി ഇട്ട ഉള്ളിന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഉള്ളിയാണ് കൂടുതൽ, കാന്താരി കുറവാണ്. ഭയങ്കര ഇതുവേനെ. എന്നാണ് കാന്താരിയും കപ്പയും ഉണക്കമീനും ഒക്കെ അടിപൊളിയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ രണ്ടുപേരും ഉള്ളു കഴിക്കും. ഞങ്ങൾക്ക് 3 പേർക്കും വിശക്കണില്ല. നിങ്ങൾക്ക് വിശക്ക് വരാം. ഇവര് കുറച്ചേ റൈസ് കഴിച്ചുള്ളൂ. ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിശക്കും. അതെല്ലേ? ഈ കപ്പയും കാന്താരി തിന്നാനായിട്ടാണ് ഇവരധികം കഴിക്കാതിരുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ വാങ്ങിച്ചേ? അല്ല, അതാ പറഞ്ഞേ. അപ്പം ഈ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഏതായാലും ഒരു ചാക്ക് കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നാളെ തൊട്ട് കപ്പ കൊണ്ടുള്ള പലതരം പരീക്ഷണങ്ങളായിരിക്കും. കപ്പ വറക്കും, കപ്പ വെച്ച് മന്തി ഉണ്ടാക്കി കൊടുക്കും, കപ്പ ബിരിയാണി ഉണ്ടാക്കും. കപ്പപ്പൊട്ടൊന്നും ഉണ്ടാക്കി എനിക്ക് കാന്താരിയുടെ മണം അടിച്ചിട്ട് ശേഷം കഴിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. വേണ്ട, എന്നാലും വേറെ വന്നിരിക്കും, ഇനി കഴിച്ചാൽ ശരിയാണ്. അപ്പൊ നിങ്ങൾ കഴിച്ചിട്ടേ നിർബന്ധിച്ച വേണ്ട, നിർബന്ധിക്കണ്ട. പോപ്പിക്കും വേണ്ട, ഞാനും വേണ്ട. എനിക്ക് പിന്നെ നിങ്ങൾക്ക് മന്തി ഇഷ്ടമാണ്, എനിക്ക് മന്തിയോട് വലിയ താല്പര്യം ഇല്ല. ഞാനും ഒത്തിരി കഴിക്കാം. എങ്ങനെയുണ്ട്? കപ്പ ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം. അപ്പം നാളെ രാവിലെ വിളിച്ച് പറയാം, നല്ല അടിപൊളി കപ്പയായിരുന്നു. കുറച്ച് വറക്കാനൊക്കെ ഇല്ലേ? കപ്പ വറുത്തതിന് കുറച്ച് ഓർഡർ ഉണ്ട്, കപ്പ വറക്കാനുണ്ട്. അപ്പോൾ നാളെ ഏതായാലും കുറച്ച് സംവിധാനങ്ങളെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.